ഇങ്ങോട്ട് സംസാരിക്കണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മാത്രം മതി. എന്നിട്ട് അതനുസരിക്കണം നീ. ഇനി അങ്ങോട്ട് ഞാൻ ഇവിടെ താമസിക്കാൻ പോകുന്നത്. ഈ വീടിപ്പോ എനിക്കും കൂടി അവകാശപ്പെട്ടതാ. പിന്നെ ഇന്നുണ്ടായ പോലത്തെ പല ഇൻസിഡൻസും ഇനിയും ഉണ്ടാവും. അപ്പോഴൊക്കെ ചേച്ചിയെന്നോ മോളെന്നോ പറഞ്ഞ് ഒരു തരത്തിലുള്ള സഹായവും നിങ്ങളിൽ നിന്നും എനിക്ക് ആവശ്യമില്ല. അതായത് രക്തബന്ധമോ വ്യക്തിബന്ധമോ പുറത്താരും അറിയരുതെന്ന് സാരം. ഇത്രയൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാമെങ്കിൽ ഇനിയും ഞാൻ ഒറ്റയ്ക്ക് മതി. ഇപ്പോ മുഴുവനായും ഞാൻ ഈ വീട്ടിലെ അംഗമാണ്. രമാദേവിയുടെ മൂത്ത മരുമകളുടെ സ്ഥാനത്തിരിക്കുമ്പോ പണ്ട് നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നതും അമ്മ ചോറ് വാരി തന്നതും അച്ഛൻ തോളത്തെടുത്ത് നടന്നതൊന്നും എനിക്ക് ഓർക്കാൻ പറ്റില്ല. നിങ്ങളും അതുപോലെ എന്നെ കുറിച്ച് ഓർക്കണ്ട. ഇവിടുത്തെ മൂത്ത മരുമകൾക്ക് ബാക്കി ജോലിക്കാർ തരുന്ന ബഹുമാനത്തിനപ്പുറം ഒന്നും നിങ്ങൾ എനിക്ക് തരണ്ട. അതായത് എനിക്ക് ചന്ദ്രലേഖയും സീതയും ചിഹ്നവും ഒക്കെ ഒരുപോലെയാണെന്ന് സാരം. ചേച്ചി എന്നുള്ള ആ പഴയ വിളി അറിയാതെ പോലും നിന്റെ നാവിൽ നിന്നും വരരുത്. മാഡം, അങ്ങനെ വേണം ഇനി മുതൽ നീ വിളിച്ചു ശീലിക്കാൻ. ഞാൻ അവസാനം പറഞ്ഞ ഈ 2 വരികളിലുണ്ട് ഞാൻ നിനക്ക് നേരത്തെ വിശദീകരിച്ച് പറഞ്ഞു തന്നതെല്ലാം. നിന്റെ അമ്മയോടും പറഞ്ഞേക്ക്. ആഹാ, ഇവിടെ ഇരിക്കുവാണോ? ആദ്യ രാത്രിയായിട്ട് പുതുമണവാട്ടി എന്താ ഇവിടെ? നേരത്തെ അർജുനേട്ടന്റെ റൂമിൽ വന്നപ്പോ വലിയ ഡയലോഗായിരുന്നല്ലോ. വന്ന ആദ്യ ദിവസം തന്നെ എന്തൊക്കെ ക്രൂരതയാ കുട്ടി അനുഭവിക്കുന്നെ. എന്നാലും വല്ലാത്തൊരവസ്ഥയായി പോയി. കാത്തിരുന്ന് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ചിട്ട് ഇപ്പതേ രണ്ടിടത്ത്. എന്തിനാ ഈശ്വര പാവത്തുങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? നീ അധികം ചൊറിയാതെ ഇവിടുന്ന് പോകും, ഉടനെ തന്നെ പോകും. ഞാനല്ല, നീ. ഇന്ന് തൊട്ട് നിനക്കിനി കഷ്ടകാല. ഇപ്പൊ ആ മുറിന്ന്, ഇനി അർജുനേട്ടന്റെ മനസ്സിന്ന്, അത് കഴിഞ്ഞ് ഈ വീട്ടിന്ന് തന്നെ. ആ മുറി എനിക്കുള്ളതാ, അയാളും. ഞാൻ എനിക്ക് വേണ്ടി കാലങ്ങളായി കാത്തുവെച്ച പട്ടുമെത്തയത്. ആ പട്ടുമെത്തേ നീ ഉറങ്ങില്ല. തെണ്ടിത്തിരിഞ്ഞു വന്ന നിനക്ക് ഈ മുറിയിലല്ല, ഈ വീട്ടിൽ പോലും ആരും ഒരു സ്ഥാനം തരാൻ പോടില്ല. നീ അർജുനേട്ടനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ശരിക്കും സ്നേഹിച്ചതാ, കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചതാ. ആ ആഗ്രഹം ഇപ്പൊ വാശിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അർജുനേട്ടനെ കിട്ടിയില്ലെങ്കിൽ മരിക്കാനിരുന്നവളാ ഞാൻ. പക്ഷെ ഇപ്പോ ഏട്ടന്റെ കൂടെ ജീവിച്ച് മരിക്കണമെന്നാ എന്റെ വാശി. ഏത് വിധേനയും ഞാനത് നേടിയെടുക്കും. ഭദ്രന്റെ മോള അനസൂയയായി പറയുന്നേ. കഴിഞ്ഞോ? നിന്റെ വീരവാദം കഴിഞ്ഞോന്ന്? നിന്റെ ഇത്ര നേരത്തെ വർത്താനത്തിന് ഒരടി ഞാൻ നിനക്ക് തരേണ്ടതാ. സ്വന്തം ഭർത്താവിനെ തട്ടിയെടുത്ത് കൂടെ ജീവിക്കണമെന്ന് നിന്നെ പോലെ ഒരുത്തി മുന്നിൽ നിന്ന് പറയുമ്പോ ഒരടിയിൽ കുറഞ്ഞതൊന്നും നീ അർഹിക്കുന്നില്ല മോളെ. നീ ഇത് കണ്ടോ? നീ അത്രമേൽ ആഗ്രഹിച്ച പുരുഷൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലിയാ ഇത്. നിന്റെ ഈ വർത്താനത്തിന് ഒരു അടി തരാൻ ദേ ഇതിന്റെ ബലം തന്നെ ധാരാളോ. പക്ഷേ അത് ഞാൻ ഇപ്പൊ ചെയ്യാതെ നിൽക്കുന്നത്, അത് ചെയ്യേണ്ടതേ ദേ ഈ 4 ചുമരിന്റെ ഉള്ളിൽ വെച്ചല്ല, എല്ലാരുടെയും മുന്നിൽ വെച്ച് കിട്ടണം എനിക്ക് നിന്നെ. എന്നിട്ട് അന്ന് നീ എന്നെ തല്ലിയ പോലെ ഞാൻ നിന്നെ തിരിച്ചു തല്ലും. നിന്റെ പ്രവൃത്തിയും വർത്താനമൊക്കെ കേട്ടിട്ട് എന്റെ ആഗ്രഹം ഉടനെ നീ ആയിട്ട് നടത്തി തരുമെന്ന് തോന്നും. ഒളിച്ചോടാനുള്ള പ്ലാനാണോ? തനിക്ക് ഉറക്കവും ഇല്ലേ? അതെങ്ങനെ ഉറങ്ങും?
ഞാൻ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോ തനിക്ക് ഒളിച്ചോടാൻ തോന്നിയാലോ? താൻ കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾ എങ്ങും പോണില്ല. ആ, അത് നന്നായി. അപ്പോ എന്റെ പ്രാർത്ഥന കേട്ടു. തന്റെ എല്ലാ പ്രാർത്ഥനകളും ഈശ്വരൻ കേൾക്കുന്നുണ്ടല്ലോ. അല്ല, ഞങ്ങള് പോവാതിരിക്കാൻ താൻ എന്തിനാ പ്രാർത്ഥിക്കുന്നെ? അതൊക്കെ വഴിയെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്നാ മോൻ പോയി കിടന്ന് ഉറങ്ങ്. ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണാതിരുന്നാ മതി. സ്വപ്നം കാണാൻ ഉറങ്ങേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വിവാഹത്തെ പറ്റിയൊക്കെ ഞാനും സ്വപ്നം കണ്ടു തുടങ്ങി. കൊള്ളാലോ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. സ്വപ്നത്തിലും പ്രശ്നോ? അതെന്ത് പ്രശ്നം? വിവാഹം കഴിക്കാനൊരു പെണ്ണില്ല. അത്രേ ഉള്ളോ? അത് വല്ല മാട്രിമോണിയിലും കൊടുത്താ പോരെ? ഹേ, അതൊന്നും ശരിയാവില്ല. അങ്ങനെ പരിചയമില്ലാത്തൊരു പെൺകുട്ടിയൊന്നും എനിക്ക് വേണ്ട. സ്നേഹിച്ച് പരസ്പരം മനസ്സിലാക്കി അങ്ങനെ 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 അങ്ങനെയാണെങ്കിലേ ഒരാളെ അങ്ങ് പ്രേമിക്കണം. അതെ, പ്രേമിക്കണം. തന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ എനിക്ക് പറ്റുന്നത്? ഒരാളുണ്ട്. ആരാ? പറയട്ടെ? ചുമ്മാ പറയുന്നേ. അല്ലെങ്കിൽ വേണ്ട. വേണം, പറ. പറയട്ടെ? ഒടുവിലും താൻ എന്നോട് പിണങ്ങോ? ഒരിക്കലുമില്ല. സത്യം? സത്യം. അത് ഈ വീട്ടിലെ റോബോട്ട്. അതാ ഞാൻ നോക്കിയിട്ട് തനിക്ക് പറ്റുന്നേ.